രാജ് പങ്കുവെക്കുന്നത്. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി ബീന ഫിലിപ്പ്, ഒരുപക്ഷെ MDയുടെ അദ്ദേഹം അവസാന നാളുകളിൽ പങ്കെടുത്ത ഒരു പൊതുചടങ്ങിൻ്റെ ഭാഗമായിരുന്നു താങ്കളും. അതുകൊണ്ട് MD അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ അനുസ്മരിക്കുമ്പോൾ കൂടുതൽ വൈകാരികത പ്രകടമാകുന്നു. തീർച്ചയായിട്ടും. മാത്രമല്ല, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ MDയുടെ എഴുത്തിലൂടെ മനുഷ്യനെ, പ്രണയത്തെ, അവഗണനയെ, പുരുഷന്റെ പ്രത്യേക സ്വാർത്ഥതയെ, സ്ത്രീകളുടെ നിസ്വാർത്ഥമായ സ്നേഹത്തെ ഒക്കെ വായിച്ചും ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചും MDയുടെ എഴുത്തിനെയും കഥാപാത്രങ്ങളെയും ഒക്കെ ഓർത്തും ഈ വാർദ്ധക്യത്തിലെത്തിയ എനിക്ക് എന്റെ ജീവിതത്തിന്റെ, എന്റെ വീക്ഷണത്തിന്റെ ഒക്കെ ഒരു ഭാഗമാണ് MD. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു വേർപാട് നമ്മൾ പറഞ്ഞാൽ അതൊരു ശൂന്യത സൃഷ്ടിക്കുമെന്നൊരു യാതൊരു സംശയവും. അത് എഴുത്തിന്റെ ലോകത്ത് മാത്രമല്ല, കോഴിക്കോടിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനമായിരുന്നു MD കോഴിക്കോടാണ് ജീവിക്കുന്നത് എന്നതിനെ കുറിച്ച് ആ ഒരു ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു. ആ അഹങ്കാരം ശമിച്ചു എന്നതുകൂടിയാണ്. കാരണം ഇനി പൊതുപരിപാടികളിൽ ഏവരുടെയും ഏറ്റവും സ്നേഹവും അതുപോലെ ആദരവും പിടിച്ചു പറ്റിക്കൊണ്ട് ഒരു കസേരയിൽ ഇങ്ങനെ അദ്ദേഹം ഇരിക്കില്ല എന്നോർക്കുമ്പോൾ ഇവിടുത്തെ പല പ്രധാനപ്പെട്ട വേദികളിലും MD ഇല്ലാത്തതിന്റെ ഒരു എംപ്റ്റിനെസ്, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആ ഒരു ശൂന്യത എല്ലാവരും അനുഭവിക്കും. ഞാൻ മാത്രമല്ല, ഞങ്ങൾ കോഴിക്കോട്ടുകാർ മുഴുവനും. മലയാളത്തിന്റെ എക്കാലത്തെയും അഭിമാനവും ഇന്ത്യ മുഴുവനും ജ്ഞാനപീഠ പുരസ്കാരത്തിലൂടെ അറിയപ്പെട്ട ആളും ജീവിതകാലം മുഴുവനും ഈ ഒരു സാഹിത്യ മേഖലയിൽ മാത്രം നിന്നുമായിട്ടുള്ള പത്രപ്രവർത്തന മേഖലയിൽ എല്ലാത്തിനും MD ഞങ്ങൾക്ക് തീരാത്ത നഷ്ടം തന്നെയാണ്. മുൻ MLA പ്രദീപ് കുമാർ